എല്ലാവർക്കും നമസ്കാരം. വീട്ടിലിപ്പോൾ പെയിൻറ്റിങ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പണിക്കാരാക്കിയതല്ല, നമ്മൾ കമ്പനിക്ക് കോൺട്രാക്റ്റ് കൊടുത്താണ് കേട്ടോ. അപ്പോൾ കമ്പനിയാണ് നമുക്ക് കൊട്ടേഷനൊക്കെ തന്നത്. അപ്പോൾ 2-3 കമ്പനികളുടെ അടുത്ത് കൊട്ടേഷൻ കിട്ടിയതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തത് ബെർജറിൻ്റെ ഒരു കൊട്ടേഷനാണ്. അപ്പോൾ ഇത് അകത്തും പുറത്തും ഒക്കെ പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു കൊട്ടേഷനാണ് കൊടുത്തത്. വുഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ജനൽ വാതിലൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അത് സെക്കൻഡ് ഫേസിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ചുമര് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, സീലിങ്ങും. അപ്പോൾ എപ്പോഴും പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നാടൻ കോൺട്രാക്ടർമാർക്ക് നേരിട്ട് കൊടുക്കാതെ കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ ക്വാളിറ്റിയുള്ള പെയിൻ്റായിരിക്കും. പിന്നെ പണിക്കൂലിയും ഒക്കെ നമുക്ക് ഒരു എന്താ പറയുക, കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത്, എൻ്റെ അനുഭവത്തിൽ തോന്നുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ പണിക്കാരെ കൊണ്ട് ചെയ്യിച്ചപ്പോൾ നമുക്ക് ഒരുപാട് കാശായിരുന്നു. അതുപോലെ പെയിൻറ്റും എല്ലാം അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. 10 കൊല്ലത്തെ വാറൻറ്റിയുള്ള പെയിൻറ്റാണ്. അപ്പോൾ 10 കൊല്ലത്തേക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അവർ മാറ്റിത്തരും. നേരത്തെ പെയിൻറ്റ് ചെയ്തപ്പോൾ ഒക്കെ പൊളിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഈ ചുറ്റിയകരം എന്നൊക്കെ പറയും നമ്മൾ, കുറച്ച് തറയിൽ നിന്നിങ്ങനെ മേലോട്ടുള്ള സ്ഥലം. നമ്മൾ സാധാരണ കല്ലുകൊണ്ടാണല്ലോ വീട് പണിയുക. അപ്പോൾ തറയിൽ കൂടി കാപ്പിലറി റൈസ്, പഴയ വീടുകൾക്കൊക്കെ അങ്ങനെ വരും. വെള്ളം വന്നിട്ട് ഇങ്ങനെ പൊട്ടി പോകും. എന്താ പറയുക, പൊള്ളയായിട്ട് ഇങ്ങനെ വന്നിട്ട് പൊട്ടിയിട്ട് ആ പെയിൻറ്റൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വാട്ടർ പ്രൂഫിങ് ചെയ്തു. അതിനുശേഷം പുട്ടി ചെയ്തു. അതിനുശേഷം പുട്ടിയൊക്കെ മാറ്റി ചെയ്തു. വാട്ടർ പ്രൂഫ് പുട്ടിയാണ് ചെയ്തത്. അതിനുശേഷമാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഉള്ള കോൺട്രാക്റ്റാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കമ്പനിക്ക് നേരിട്ട് കോൺട്രാക്റ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നമുക്ക് ലാഭകരം. അപ്പോൾ ഒരിക്കലും നമ്മൾ കൂലിപ്പണിയായിട്ട് ഈ ഒരു പെയിൻറ്റിങ് വർക്കായാലും ബിൽഡിങ്ങിൻ്റെ ഏത് വർക്കായിരുന്നാലും നമ്മൾ കൂലിപ്പണിയായിട്ട് എടുപ്പിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് ആ കറക്റ്റ് നമ്മൾ തന്നിരിക്കുന്ന കൊട്ടേഷൻ അനുസരിച്ചുള്ള ആ ഒരു എമൗണ്ടിന് സംഗതി തീർന്നു കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂലിപ്പണിക്ക് യാതൊരു കാരണവശാലും പോവരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് പറ്റിയ അബദ്ധത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ അകത്ത് നമ്മൾ കളറാണ് ചെയ്തത്. ഒരു ബ്രൗണിഷ് എന്താ പറയുക, ക്രീം കളറാണ്. കുറച്ച് ഡാർക്കാണ് ഇപ്രാവശ്യം കൊടുത്തത്. പെട്ടെന്നൊന്നും അഴുക്കായാൽ അറിയില്ല. പിന്നെ ഇത് കംപ്ലീറ്റ് നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്ന പെയിൻറ്റുമാണ്. അപ്പോൾ ഇത് 10 കൊല്ലത്തെ വാറൻറ്റിയുള്ള പെയിൻറ്റാണ് നമ്മൾ ചെയ്തത്. കണ്ടില്ലേ, ഈ കളറ് നല്ല ഒരു ഫിനിഷിംഗ് ഉള്ള കളറാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒറ്റ കളറാണ് കൊടുത്തത് എല്ലാത്തിനും കേട്ടോ. മുകളിലത്തെ അപ്സ്റ്റെയറിൽ നമ്മൾ കുറച്ച് ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡൗൺ സ്റ്റെയറിൽ കുറച്ചും കൂടെ ഡാർക്കാണ്. എപ്പോഴും പെരുമാറുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തത്. അപ്പോൾ സ്റ്റെയർ കേസ് ഏരിയ അതുപോലെ അപ്സ്റ്റെയർ നമ്മൾ കുറച്ച് ലൈറ്റാക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് കൊടുത്തത്.